പ്രകൃതി കാലങ്ങൾ മെനഞ്ഞ സൗന്ദര്യത്തിൻ്റെ മാന്ത്രിക സ്പർശം. നിന്നിലെ സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കാൻ ഈ പ്രകൃതിയെപ്പോലെ. അമി ഗോൾഡ്. കാളികാവ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകളും പ്രചരണങ്ങളും ആരംഭിച്ചു. കാളികാവ് പഞ്ചായത്തിലെ 10 വിദ്യാലയങ്ങളിലാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി സഹകരിച്ച് വിവിധ പരിപാടികൾ നടത്തുന്നത്. പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം അഞ്ചുചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു. കാളികാവ് CI B ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു. ഇത്ര കിലോ കഞ്ചാവുമായിട്ട് പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര ഗ്രാം MDMAയുമായിട്ട് പിടിച്ചു എന്നുള്ള ഒരു വാർത്തയും പത്രമാധ്യമങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയാസിലും ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ആ കുട്ടികളെ അവർ വീണ്ടും പോയ എന്നുള്ളതാണ് നടപടി. അതായത് നിയമ നടപടി SBR എന്ന് പറയുന്നത് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി അനന്തര നടപടികളും കൂടി ഞങ്ങൾ കൈക്കൊള്ളാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ഇവരുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ ഇത്ര പിടിച്ചു എന്നുള്ള ഒരു പത്രമാധ്യമങ്ങളിൽ കൊടുക്കാനോ സോഷ്യൽ മീഡിയാസിൽ കൊടുക്കാനോ ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്നാൽ 18 വയസ്സിന്റെ മുകളിൽ പിടിക്കപ്പെടുന്നത് മാത്രം, അതിന്റെ 18 വയസ്സിന് മുകളിൽ ഏത് വ്യക്തികളെയാണ് പിടിക്കുന്നത് അവരുടെ ഫോട്ടോയും മറ്റു ഐഡന്റിറ്റി ഉൾപ്പെടെ പത്രമാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നതാണ്. എനിക്കിന്നിപ്പോൾ ഇന്നത്തെ ഈ പരിപാടി റോട്ടറി ക്ലബിന്റെ മേൽനോട്ടത്തിലാണ് നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ജനുവരി 26-ാം തീയതി, അതായത് 1987 മുതൽ നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിച്ചു വരുന്നതാണെന്ന് നമുക്കറിയാവുന്നതാണ്. അന്നേ ദിവസം നമ്മളുടെ ഈ സ്കൂളിൽ SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ മേൽനോട്ടത്തിൽ വളരെ വിപുലമായ ഒരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നതാണ്. അതും 23-ാം തീയതിയിലേക്ക് ഈ റോട്ടറി ക്ലബുമായിട്ട് സംയുക്തമായിട്ട് നടത്താമെന്നുള്ള ഒരു ഇത് വന്നതുകൊണ്ട് മാത്രമാണ് ആ ഡേറ്റ് 23-ലേക്ക് മാറ്റിയത്. ഞാനിപ്പോ ഓപ്പറേഷൻ തൂഫാന്റെ ഇത് സൂചിപ്പിച്ചു. അതിന്റെ പ്രാരംഭ നടപടിയാണ് അതിശക്തമായിട്ടുള്ള ഈ പറയുന്ന വിപണനവും വിനിമയവും നടത്തുന്നവർക്കെതിരെയുള്ള ശക്തമായ നടപടിക്കോടൊപ്പം തന്നെ ഓപ്പറേഷൻ തൂഫാന്റെ മറ്റൊരു മുഖമാണ്, അതായത് കുട്ടികൾക്കും അതേപോലെ തന്നെ പൊതുജനങ്ങൾക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എന്നുള്ളത്. അതിൽ പ്രാരംഭ നടപടി, അതായത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവത്വമാണ്. അതായത് നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. ആ കുട്ടികളിലൂടെ ബോധവൽക്കരണം നടത്തി ഒരു പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതും. അതിനുവേണ്ടിയാണ് അഹോരാത്രം പോലീസും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായിട്ട് പ്രവർത്തിക്കുന്നത്. താഴെയുള്ള കുട്ടികളിൽ നിന്ന് പോലും സിന്തറ്റിക് ഡ്രഗ്, വിദ്യാർത്ഥികളെ ലഹരിയുടെ കാരിയർമാരും ഉപഭോക്താക്കളുമാക്കുന്ന വലിയ ശൃംഖലകൾ തന്നെ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ലഹരി വിരുദ്ധ പരിശോധനകളും നടപടികളും സ്വീകരിക്കുമെന്ന് CI പറഞ്ഞു. പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ മുഖ്യാതിഥിയായി. റോട്ടറി ക്ലബ് പ്രസിഡന്റ് MT സുധീഷ് വിഷയാവതരണം നടത്തി. വാർഡ് മെമ്പർമാരായ M. ജിംഷാദ്, ഫസ്ന ഇക്ബാൽ, ഹെഡ്മിസ്ട്രസ് P. സിന്ധു, PTA പ്രസിഡന്റ് KT റഷീദ്, റോട്ടറി ക്ലബ് സെക്രട്ടറി അർജുൻ രാജ്, റോട്ടറി ട്രഷറർ അനീഷ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.